വേനൽക്കാലത്ത് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ ചുള പറിച്ച് ചൂടുവെള്ളത്തിലിട്ട് ഉണങ്ങുക. ഫ്രണ്ട്സ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തിരിച്ച് ചേട്ടൻ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ചക്ക വെട്ടിയിട്ട് അരിഞ്ഞുണക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വർഷക്കാലത്ത് ഉപയോഗിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് വെച്ചാലല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചക്കയിൽ വെള്ളമൊക്കെ കയറത്തില്ലേ. അമ്മ അതിന് മുമ്പ് ചക്ക അരിഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉള്ളതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ചേട്ടനും ചേച്ചിക്ക് വരുമ്പോൾ അപ്പോൾ അവർക്കും കൊടുത്തൊക്കെ വിടാമല്ലോ. അപ്പോൾ വീണ്ടും അത് അരിഞ്ഞുണക്കിയതാണ്. പക്ഷേ ഈ ചക്ക ഇച്ചിരി മൂപ്പ് കുറവായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിനിടയിലാണ് ഒരുത്തൻ്റെ ഭയങ്കര കുസൃതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ സ്വിച്ച് ഇടാൻ വേണ്ടി പോയപ്പോൾ അപ്പച്ചൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവനെന്തിനും കഴിക്കാൻ കൊടുക്കാൻ വിചാരിച്ചു. ബ്രെഡും മുട്ടയും കൂടെ ഇങ്ങനെ വറുത്തെടുക്കത്തില്ല, അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അവന് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ബ്രെഡ് കൊടുക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ബ്രെഡിൻ്റെ മൂന്നിലെ സൈഡൊക്കെ കളഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ മറന്നു പോരുമെന്ന് ആലോചിച്ചു കേട്ടോ. ഞങ്ങളുടെ വീടിന് അധികം സ്ഥലമൊന്നുമില്ല, ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് അപ്പച്ചൻ കുറച്ച് കോഴി കൃഷിയുണ്ട്. ഇച്ചിരി ഉള്ളൂ കോഴി, 2-3 താറാവും ഉണ്ട്. അപ്പം നിങ്ങളത് കാണിച്ചു തരാൻ മറന്നല്ലോ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തായാലും കാണിക്കാൻ പെട്ടെന്ന് ആ മുട്ട എടുത്തപ്പോൾ ഓർമ്മ വന്നു. വീട്ടിൽ കോഴിയുടെ മുട്ട തന്നെയാണ്, അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചതല്ല. അപ്പോൾ നാടൻ കോഴി മുട്ട കണ്ടപ്പോഴാണ് ഞാൻ അത് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞൊരു കുഞ്ഞതല്ല, നമുക്ക് അവിടെ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പച്ചൻ ബാക്കിയെല്ലാം അകത്തൊക്കെ അപ്പച്ചൻ തന്നെയായിട്ട് അകത്തത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, 3 താറാവും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് പുറകുവശം മൊത്തം അവരുടെ സ്ഥലമാണ്. കോഴിയും താറാവിൻ്റെയും എല്ലാം കൊടുത്തേക്കാണ്. പിന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ അപ്പച്ചൻ ഒത്തിരി നട്ടിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒന്നുമില്ല, പുറകുവശത്തൊന്നുമില്ല. ഫ്രണ്ടിൽ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വശം മൊത്തം ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുന്നതുകൊണ്ട് മരങ്ങളൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മരങ്ങളും കാര്യങ്ങളും വീടുകളെല്ലാം പോകുന്നതാണ് കേട്ടോ. അവിടെ മൊത്തം ഇനി കുറേ കഴിയുമ്പോൾ മാറും. പിന്നെ കുറച്ച് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് 5 കോഴികളുണ്ട് കേട്ടോ അവിടെ. അപ്പോഴത്തേക്ക് ഇത് അമ്മേനെ തിരഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുമ്മ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒരു വിധം ഞാൻ അവനെടുത്ത് അകത്ത് കൊണ്ടുപോയി പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടോ. അപ്പോൾ ഇപ്പോൾ അവന് നെയ്യ് ഉണ്ടായിരുന്നു. നെയ്യ് തീർന്നിട്ട് പുതിയതായി ഇന്നലെ മേടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നെയ്യ് ചൂടാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി മുട്ടയിൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇളക്കി വെച്ചേക്കുക. അധികമൊന്നും ഇട്ടിട്ടില്ല, ഒരു പേരിന് ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഞാൻ ഉണ്ടെങ്കിൽ ഇച്ചിരി വാനില എസൻസും ചേർക്കാറുണ്ട്. വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ കൊടുത്തില്ല, ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ മേടിക്കാൻ നിന്നില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശ കഴിച്ചായിരുന്നു. അപ്പോൾ ഇടനേരത്ത് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുമ്പോഴാണ് ചോറൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അവന് ഇഷ്ടമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ അതിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കഴിക്കും. ഒട്ടും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇപ്പോഴെങ്കിലും ഇച്ചിരി കഴിക്കാനാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവനുള്ള ഫുഡ് റെഡിയായി. അപ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഒന്ന് ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. വീട് മൊത്തം അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പനും മോനോട് എല്ലാം കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട്ടിലോട്ട് പോയിക്കാട്ടെ കോഴിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അമ്മ ഇച്ചിരി കൂടെ ചക്ക അരിയണ്ടായി. അപ്പോൾ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ അരിഞ്ഞതൊക്കെ നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞ് വേവിക്കണം അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇതേ വരുന്നു 2 കൂടെ കോഴിക്കൂട്ടുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോഴി, താറാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടിലൊരു ആടുണ്ട്. ആടും ഞാൻ ഇടയ്ക്കൊന്ന് ഓടാൻ പോയായിരുന്നു, അതും ഭയങ്കര ഇഷ്ടം. പിന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് അപ്പച്ചനും അമ്മയും ചോറുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12-1 മണി ആവാറായി. അപ്പോൾ അവർ ചോറുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രെഡ് കഴിച്ചു, ഞങ്ങൾക്ക് വിശപ്പില്ല. അപ്പോൾ ഈ പൊരിയുണ്ടല്ലേ, പണ്ട് ഇപ്പോഴും ഉണ്ട്, അധികം ഒന്നും ഞാൻ കാണാറില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിച്ചു, പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ആർക്ക്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മുട്ടായിക്ക് പകരം മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാനുള്ള സമയം. എല്ലാ പ്രാവശ്യം ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം അപ്പച്ചൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. പക്ഷേ പോകേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടത്, കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു മഴയുണ്ടോ ചോദിച്ചപ്പോൾ മഴയൊന്നും ഇല്ല, ഇപ്പോൾ വരുവാണെങ്കിൽ മഴയില്ലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോണ വഴിക്കൊക്കെ മഴ അത്യാവശ്യം ചാറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴിക്കൊന്നും മഴ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. ആ കാണുന്നത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ, ക്രിസ്തു ചർച്ച് കൈതച്ചിറയാണ്. അങ്ങനെ വീട്ടിലെല്ലാം ടാറ്റയൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നിന്ന് തിരിച്ചു ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പോയി. ഇവിടെ ചേട്ടൻ്റെ വീടെത്തിയപ്പോൾ പിന്നെ അവൻ്റെ ലോകമായി. അവനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഓടുന്നത് ഇഷ്ടം പോലെ സ്ഥലമല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി അപ്പച്ചന് ചായയൊക്കെ കുടിച്ചു. പിന്നെ തിരിച്ചു പോകുമ്പോൾ അപ്പച്ചനൊരു ചക്കയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴുത്ത ചക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ ചക്കയൊക്കെ ആയിട്ട് അപ്പച്ചൻ അങ്ങനെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.